ഹായ് ഓൾ. അപ്പം നമ്മൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നഗറ്റ്സിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് കുറച്ച് മീൻകറിയും കൂടെ വെക്കാണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണ് നഗറ്റ്സും റെഡിയാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ മീൻകറി ഉണ്ടല്ലോ, തലേ ദിവസത്തെയായിരുന്നു. അപ്പോൾ ഒരു നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് എന്തായാലും മീൻ വെച്ച് കഴിഞ്ഞാൽ നാളെ ഉച്ചക്കലത്തേയും കൂടെ എടുക്കാമല്ലോ. ഇപ്പം മിക്കവാറും ഞാൻ അങ്ങനെയായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, നഗറ്റ്സ് അവിടെ നിന്ന് റെഡി ആവുമായിരുന്നു. ആ സമയം കൊണ്ട് മീൻ്റെ അരപ്പൊക്കെ ഞാൻ അരച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മീൻകറികളിൽ എപ്പോഴും ഫേവറേറ്റ് ആയിട്ട് വെക്കുന്നത് ഈ മുളകിട്ട മീൻകറിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ എൻ്റെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു വെക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പല രീതിയിലും വെക്കാം, കോട്ടയം സ്റ്റൈലിലൊന്നും അല്ലാണ്ട് പല രീതിയിൽ വെക്കാൻ പറ്റിയൊരു മീൻകറി തന്നെയാണ് ഈ മുളകിട്ട മീൻകറി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. പിന്നെ ഇപ്പം മീനൊന്നും വെട്ടി കണ്ടിച്ചെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ഈ കട്ട് ചെയ്ത മീൻ വാങ്ങിക്കുമല്ലോ, വീട്ടിൽ ഹോം ഡെലിവറി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് കേരച്ചൂരയായിരുന്നു, അത് കട്ട് ചെയ്ത് കൊണ്ടുതരും. നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻ. അത് പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാണല്ലോ, അടിപൊളിയാണ്. തലേന്നായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, മുട്ട പൊരിച്ചെടുക്കാമെന്ന് ചോദിച്ചു. നാളെ എല്ലാ പീസസും എടുത്ത് കറി വെച്ച് പുളിയൊക്കെ ഇട്ട് മീൻകറി അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കാട്ടോ ഞാൻ പോയി ആ നഗറ്റ്സൊക്കെ നോക്കുന്നത്. പിന്നെ കിടന്ന 2-3 പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് ഉണക്കിയിടും. പിന്നെ എന്ത് ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം കേട്ടോ. ഞാനിതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സമയത്ത് ഒട്ടും വൈകിയെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ വെക്കാൻ കയറുവാണെങ്കിൽ എനിക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത എല്ലാം ഞാൻ വെച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഒരു പരിവമായിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പണി കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞാനിതെല്ലാം വന്ന് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു കാപ്പിയും കൂടെ കുടിച്ച് പോയി ഇരുന്ന് കഴിയുമ്പം ചെറിയൊരു റിലാക്സേഷൻ എനിക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ആണ്. പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കളിയും ബഹളവും അത് ആ സൈഡിൽ നടക്കും. ഇതൊക്കെ ഇട്ട് ഞാനൊരു പാട്ട് അല്ലെങ്കിൽ TV അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇപ്പോൾ എൻ്റെ പരിപാടി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഊതി കുടിച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. സാരമില്ല, ഊതി കുടിക്കാം എന്നും പറഞ്ഞ് അതും ഒക്കെ ആയിട്ട് പോവാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി